ഹലോ, വെൽക്കം ബാക്ക് ടു കത്ത് സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ന്യൂ SCERTയുടെ 35 ദിവസത്തെ ചലഞ്ചിലെ ആദ്യത്തെ ദിവസത്തെ എക്സാം ആണ്. അപ്പോൾ ടോപ്പിക്ക് ഇന്നലെ 8:30 തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വായിക്കും, കുറച്ച് സമയം നിങ്ങൾക്ക് തരും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഗംഗാ തീരത്താണ്. ഓപ്ഷൻ ബി, ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി, യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ പാനിപ്പട്ടാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഉത്തരം ഓപ്ഷൻ സി, യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. യൂണിവേഴ്സൽ ഫൈബർ എന്നുള്ളത് പരുത്തി അഥവാ കോട്ടൺ ആണ്. നമ്മൾ സുവർണ്ണ നാര് അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് ചണം. അത് ഓർത്തിരിക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അതിൽ സ്പിന്നിങ് ജെന്നി, കേരള മാഞ്ചസ്റ്റർ, യന്ത്രത്തറി, കൃത്രിമ നാര്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് എ, എഡ്മണ്ട് കാർട്ട്റൈറ്റ്, ബാലരാമപുരം, ജെയിംസ് ഹാർഗ്രീവ്സ്, കണ്ണൂർ, നൈലോൺ. ഇനി ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 1C 2D 3A 4E. ഓപ്ഷൻ ബി 1C 2B 3A 4E. ഓപ്ഷൻ സി 1A 2D 3C 4E. ഓപ്ഷൻ ഡി 1A 2B 3C 4E. ഉത്തരം ഓപ്ഷൻ എ 1C 2D 3A 4E ആണ് വരുന്നത്. അപ്പോൾ സ്പിന്നിങ് ജെന്നി എന്നുള്ളത് ഓപ്ഷൻ സി, ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടെത്തിയിട്ടുള്ളതാണ് കേട്ടോ, സ്പിന്നിങ് ജെന്നി. അതുപോലെ തന്നെ കേരള മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് കണ്ണൂരാണ്. കേരള മാഞ്ചസ്റ്റർ കണ്ണൂരാണ്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കൃത്രിമ നാരാണ് നൈലോൺ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ, സ്വദേശി പ്രസ്ഥാനം 1906. ഓപ്ഷൻ ബി, സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ സി, ചാന്നാർ ലഹള ഉത്രം തിരുനാൾ. ഓപ്ഷൻ ഡി, ഖാദി പ്രസ്ഥാനം 1918. ഇതിൽ തെറ്റായ ജോഡിയുണ്ട്, അത് ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വദേശി പ്രസ്ഥാനം 1905 രൂപീകരിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ, 1905 സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇനി സ്വദേശി വസ്ത്രപ്രചാരണി സഭ ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത് ഉത്രം തിരുനാളാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1918. ഇതെല്ലാം ശരിയായവയാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ, കേരളത്തിൻ്റെ വിസ്തീർണം 36,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ യൂണിയൻ്റെ 2.42% ആണ് കേരളം. ഓപ്ഷൻ സി, കേരളത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് 3 തരംതിരിക്കാം. ഓപ്ഷൻ ഡി, കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% മലനാടാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കേരളത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് 3 തരംതിരിക്കാം എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. മറ്റുള്ള പ്രസ്താവനകളെല്ലാം തെറ്റാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതാണ് യഥാർത്ഥ ഉത്തരം. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ്റെ 1.18% കേരളം. ഓക്കെ, ലോകവിസ്തൃതിയുടെ 2.42 ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് മാറിപ്പോരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്. ഓക്കെ, 48% മലനാട്, 42% ഇടനാട്, 10% തീരപ്രദേശം. അങ്ങനെയാണ് ഭൂപ്രകൃതി വരിക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ, കോട്ടയം. ബി, പാലക്കാട്. സി, ഇടുക്കി. ഡി, മലപ്പുറം. ഇതിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെറ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലപ്പുറമാണ് കേട്ടോ. മലപ്പുറത്താണ് കടൽ തീരം ഉണ്ട്. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് കോട്ടയം, പാലക്കാട്, ഇടുക്കി. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡുണ്ട്, KPVIP എന്ന് ഓർത്തിരുന്നാൽ മതി. 5 ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത്. KPVIP, കോട്ടയം, പാലക്കാട്, KP. വി, വയനാട് എന്നാലോചിക്കാം. ഓക്കെ, I, ഇടുക്കി. P, പത്തനംതിട്ട. അപ്പോൾ ഈ 5 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തത്.
ഇനി ആറാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് ആണ്. ഓപ്ഷൻ ബി, കടൽത്തീരമുള്ള 9 ജില്ലകളാണ് കേരളത്തിൽ ഉള്ളത്. ഓപ്ഷൻ സി, തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, തെങ്ങ് തുടങ്ങിയവ. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇടനാട്ടിലെ പ്രധാനമായിട്ടുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ്. അതുപോലെ തന്നെ 9 കടൽത്തീരമുള്ള 9 ജില്ലകളുണ്ട്. തീരപ്രദേശത്തെ പ്രധാന കൃഷിവിളകൾ, കാർഷിക വിളകളാണ് നെല്ല്, തെങ്ങ് തുടങ്ങിയവ. എല്ലാം ശരിയാണ് കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം, ഹിപ്പാലസ് കാറ്റ് അല്ലെങ്കിൽ ഹിപ്പാലസ് വിൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ ബി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓപ്ഷൻ സി, ഇവ രണ്ടും. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് ഹിപ്പാലസ് വിൻഡ് എന്നറിയപ്പെടുന്നത്. ഇതിനെ തന്നെ ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കണേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, ചെങ്കൽ മണ്ണ്. ഓപ്ഷൻ ബി, പീറ്റ് മണ്ണ്. ഓപ്ഷൻ സി, ഓണാട്ടുകര മണ്ണ്. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. മറ്റുള്ള മണ്ണുകളൊക്കെ കേരളത്തിലുള്ളതാണ് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ 1 പറയുന്നത്, വാസ്കോഡ ഗാമ 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത്. 2, സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകാത്തതിനെ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയെടുത്തത്. ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2 എന്നിവ തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. വാസ്കോഡ ഗാമ 1498 തന്നെയാണ് കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങിയത്. സാമൂതിരി രാജാവ് വ്യാപാരാനുമതി നൽകിയില്ല. അപ്പോൾ കണ്ണൂരിക്ക് പോയിട്ട് കോലത്തിരി രാജാവാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. 2ഉം ശരിയാണ്. 10ാമത്തത്, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കുക. 1, 1741 തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയും ഫ്രഞ്ചുകാരും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. 2, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. ചോദ്യം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. ഓപ്ഷൻ ബി, പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി, 2 പ്രസ്താവനകളും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണ്. നോക്കൂ, 1741 തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം, കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത്. അതാണ് കേട്ടോ അവിടെ തെറ്റ്. ഇവിടെ ഫ്രഞ്ചുകാർ എന്നാണ് തന്നിരിക്കുന്നത് ഓപ്ഷനിൽ. ഓക്കെ. ഇനി 11ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? 1, കോൺവാലിസ് പ്രഭു 1793 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. 2, തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും ചേർന്ന് ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരിൽ നിന്നും നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഇതിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, പ്രസ്താവന 1 മാത്രം ശരി. ഓപ്ഷൻ ബി, പ്രസ്താവന 2 മാത്രം ശരി. ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഡി, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 12ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? ഓപ്ഷൻ എ, ഡെങ്കിപ്പനി. ഓപ്ഷൻ ബി, പക്ഷാഘാതം. ഓപ്ഷൻ സി, കോളറ. ഓപ്ഷൻ ഡി, ജലദോഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പക്ഷാഘാതം. ഓക്കെ. മറ്റുള്ള 3ഉം പകരുന്ന രോഗങ്ങളാണ്. പക്ഷാഘാതം പകരാത്ത രോഗമാണ്. അതാണ് കേട്ടോ അവിടെ. 13ാമത്തെ ചോദ്യം, പ്രസ്താവനയിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വരുന്നത് BCG വാക്സിൻ ജനന സമയത്ത് നൽകുന്നു. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ജനന സമയത്ത് നൽകുന്നു. ഇനി ഓപ്ഷൻസ് വായിക്കാം. എ 1ഉം 2ഉം ശരി. ബി 1 ശരി 2 തെറ്റ്. സി 1 തെറ്റ് 2 ശരി. ഡി 2ഉം തെറ്റ്.
ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ജനന സമയത്ത് കൊടുക്കുന്ന 2 വാക്സിനുകളാണ് BCGയും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും. അത് ഓർത്തിരിക്കുക, മറന്നു പോകരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 14ാമത്തെ ചോദ്യം, DTP വാക്സിനിൽ ഉൾപ്പെടാത്തത് ഏത്? DTP വാക്സിന് ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വില്ലൻ ചുമ, ഓപ്ഷൻ ബി പോളിയോ, ഓപ്ഷൻ സി തൊണ്ടമുള്ള്, ഓപ്ഷൻ ഡി കുതിരസന്നി. ഇതിലേതാണ് DTP വാക്സിനിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ബി പോളിയോ ആണ് കേട്ടോ. DTP വാക്സിൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് എന്നിങ്ങനെയാണ്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളാണ്, പിന്നെ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ കുതിരസന്നിയാണ്, അതുപോലെ തന്നെ എന്താണ് പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ്. ഇവിടെ പോളിയോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടാത്തത്. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 15ാമത്തെ ചോദ്യമാണ്, മദ്രാസ് തുറമുഖവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1. 1639 മദ്രാസ് തുറമുഖത്തെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകാമെന്ന ഉപാധിയോടെയാണ് പ്രാദേശിക രാജാവ് ബ്രിട്ടീഷുകാർക്ക് ഇത് നൽകിയത്. 2. മദ്രാസ് തുറമുഖം ദീർഘകാലത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവ് ധർമ്മല വെങ്കിടാദ്രി നായക് ആയിരുന്നു. ഓപ്ഷൻ എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 1ഉം 2ഉം ശരിയാണ്, ഡി 1ഉം 2ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ് കേട്ടോ. എല്ലാ പ്രസ്താവനകളും ഇതിൽ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, ഓപ്ഷൻ ബി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, ഓപ്ഷൻ സി ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട്. ഇതിലേതാണ് തെറ്റായ ജോഡി? ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം കാസർഗോഡ് എന്നുള്ളത് തെറ്റാണ്. എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെയാണ്. 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളെയും മികച്ച കാർഷികോൽപാദനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ഓപ്ഷൻ എ പ്രധാനമന്ത്രി ജൻധൻ യോജന, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി കിസാൻ സിഞ്ചായി യോജന, ഓപ്ഷൻ സി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിലേതാണ് 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളെയും മികച്ച കാർഷികോൽപാദനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 18ാമത്തെ ചോദ്യം, സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ഒരു വിളയിൽ നിന്നും നഷ്ടമുണ്ടായാൽ മറ്റൊന്നിലൂടെ അത് പരിഹരിക്കപ്പെടും. ഓപ്ഷൻ ബി ഉൽപാദന ചെലവ് കുറയ്ക്കൽ. ഓപ്ഷൻ സി എല്ലാ സീസണുകളിലും വരുമാനം ഉറപ്പാക്കാം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതിലേതാണ് സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം കേട്ടോ. എല്ലാം സംയോജിത കൃഷിയായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഇനി 19ാമത്തെ ചോദ്യം, ഉൽഗുലാൻ അഥവാ വലിയ ഇളക്കം കലാപവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടന്ന ഗോത്ര കലാപമാണ് ഉൽഗുലാൻ. 2. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമാണ് ഈ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. 3. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. അത് തെറ്റാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലാണ് ഇതുണ്ടാകുന്നത്. പിന്നെ നമ്മുടെ മുണ്ട കലാപം എന്ന് പറയുന്നത് തന്നെയാണ് ഉൽഗുലാൻ കലാപം. SCERTയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ ഇതിൽ ശരിയാണ്. ഓക്കെ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 20. ദത്താവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ദത്തെടുക്കുന്ന സമ്പ്രദായം ഈ നിയമപ്രകാരം ഇല്ലാതായി. 2. ബ്രിട്ടീഷ് ഗവർണർ ജനറലായ ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്.
3. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവധ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവനകളെല്ലാം ശരിയാണ് കേട്ടോ. ആ തന്നിരിക്കുന്ന പ്രസ്താവനയൊക്കെ ശരിയാണ്. അപ്പോൾ ദത്താവകാശ നിരോധന നയം അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു തന്നെയാണ്. ഇനി ഇത് നിരോധിക്കുന്നത് കാനിങ് പ്രഭുവാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി കാണുമെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഏരിയ, എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ള ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഏരിയ കിട്ടാനിട്ടുണ്ട് വെച്ചാൽ ആ ഒരു ചാപ്റ്റർ പോയിട്ട് വായിക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. പിന്നെ അത്രയും ഡീപ്പായിട്ട് തന്നെ നോക്കണം. ഓക്കെ, CRT അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് 8:30 നാളത്തെ ടോപ്പിക്ക് ആയിട്ട് കാണാം. പിന്നെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും 35 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ CRT മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് റിവിഷനും തീർക്കാം. ഓക്കെ, താങ്ക് യു.